equal to 10,000 which means number of bits to be transmitted ആണ് n. അത് 10,000 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. S1 equal to rand I 0 1 1, n. ഇവിടെ നമ്മൾ we are generating random binary data. അതായത് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നത് റാൻഡം ആയിട്ട്. ലെങ്ത് n. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S1 n-ന്റെ വാല്യൂ 10 ആണെങ്കിൽ 1 0 1 1 1 0 അങ്ങനെ റാൻഡം ആയിട്ട് 1 zeros അങ്ങനെ 10 n 10 വരെ നമ്മൾ ജനറേറ്റ് ചെയ്യും. ദെൻ S2 equal to PSK മോഡ് S1, 2. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 PSK. ഇവിടെ നമ്മൾ മോഡുലേഷൻ ചെയ്യാണ്. S1 സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യാണ് 2 PSK വിച്ച് മീൻസ് ബൈനറി PSK. BPSK ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ മാപ്പ് ചെയ്യും S1-ത്തെ ഓരോ S1-ലെ 1-നെ നമ്മൾ -1 ആയിട്ട് മാപ്പ് ചെയ്യും, 0-നെ +1 ആയിട്ട് മാപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ S2 നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 1-നെ -1 ആക്കി 0-നെ +1 ആക്കി അങ്ങനെ S2 എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലാണ്. ദെൻ BER എന്ന് പറയുന്നത് ബിറ്റ് റേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MTR നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. R1 എന്ന് പറയുമ്പോൾ റിസീവ്ഡ് സിമ്പിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MTR ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഒപ്പം ഡിഫറെൻറ്റ് നോയ്സ് ലെവൽസ് നമ്മൾ ആഡ് ചെയ്തിട്ട് റിസീവ്ഡ് സിമ്പിൾസ് നമ്മൾ എടുക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഭയങ്കര നോയ്സ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഹലോ പറയാണ്. അപ്പോൾ നമ്മുടെ വോയിസ് അതാണ് നമ്മുടെ S2. നമ്മൾ പറയണ ഹലോ അതാണ് S2. അതിൻ്റെ ഒപ്പം അവിടെയുള്ള നോയ്സും കൂടിയും ആഡ് ആവും. അതാണ് N. S2 + N ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിന് റിസീവ് ചെയ്യാൻ പോകുന്നത്. ആൾക്ക് ഒരിക്കലും ഹെലോ മാത്രമായിട്ടിരിക്കില്ല കേൾക്കുക, ചുറ്റുള്ള നോയ്സും കൂടി ആയിട്ട് കേൾക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയുള്ള ഡിഫറെൻറ്റ് നോയ്സുകളും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും റിസീവ്ഡ് സിമ്പിൾസ്. അതാണ് 0 തൊട്ട് 50 വരെ നമ്മൾ ഡിഫറെൻറ്റ് നോയ്സ് ലെവലിൽ നമ്മുടെ BPSK സിമുലേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഈ DB-നെ നമ്മൾ ലീനിയർ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ S2 മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്തു, ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ N0 എന്ന് പറയുന്നത് നോയ്സ് പവർ ആണ്. നോയ്സ് പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? P divided by SNR, പവർ ഓഫ് ആക്ച്വൽ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഡിവൈഡഡ് ബൈ SNR. ദെൻ വേരിയൻസ് N0 divided by 2. ദെൻ നമ്മൾ ഒരു ഗോഷ്യൻ നോയ്സ് ജനറേറ്റ് ചെയ്യാണ്. വി ആർ ജനറേറ്റിംഗ് എ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം നോയ്സ് വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് 1. ദെൻ ഇത് നമ്മൾ എന്തിൻ്റെ ഒപ്പം ആഡ് ചെയ്തു? S2 ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ ഒപ്പം ആഡ് ചെയ്തു. അതാണ് R റിസീവ്ഡ് സിഗ്നൽ. ദെൻ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു R1 എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു, അപ്പൻഡ് ചെയ്ത് കൊടുത്തു. അതായത് ഓരോ വാല്യൂക്കും 0 തൊട്ട് 50 വരെയുള്ള ഓരോ വാല്യൂക്കും ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ R1 എന്ന് പറയുന്നതിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ B = PSK മോഡ് 0 1 2 എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0-നെ +1-ലോട്ടും 1-നെ -1-ലോട്ടും മാപ്പ് ചെയ്യും. ഇവിടെ B = 1, -1 ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ റെഫറൻസ് കോൺസ്റ്റലേഷൻ പോയിന്റ്സ്. BPSK-യിൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ 1-ഉം -1 ആയിരിക്കും. ദെൻ അടുത്ത ലൈൻ നോക്കിയേ, B1 = R - B of 1 the whole square. ഇവിടെ നമ്മൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. This line calculates the squared Euclidean distance from each received points to symbol 1. ഇവിടെ B of 1 എന്ന് ഉദ്ദേശിക്കുന്നത് ബിറ്റ് 0 ഉണ്ടല്ലോ, ബിറ്റ് 0-നെ എങ്ങനെയായിട്ടായിരിക്കും മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ആയിട്ടായിരിക്കും. ഈ ബിറ്റ് 0-ന്റെ സിമ്പിൾ ആണ് B of 1. അതുപോലെ R എന്ന് ഉദ്ദേശിക്കുന്നത് റിസീവ്ഡ് സിഗ്നൽ ആണ് വിത്ത് നോയ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ B1-ൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയേർഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് റിസീവ്ഡ് പോയിന്റ് ടു സിമ്പിൾ 1. അതുപോലെ നെക്സ്റ്റ് ലൈൻ എന്തായിരുന്നു? B2 = R - B of 2 the whole square. ഇവിടെ B of 2 എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പിൾ ആണ്? ബിറ്റ് 1-ന്റെ സിമ്പിൾ ആണ്. ബിറ്റ് 1 എങ്ങനെയായിരുന്നു മാപ്പ് ചെയ്തിരുന്നത്? -1 ആയിട്ടായിരിക്കും. ഓക്കെ, ഈ +1-ഉം -1 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റലേഷൻ റെഫറൻസ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇവിടേക്ക് വി ആർ കമ്പ്യൂട്ടിംഗ് ദ ഡിസ്റ്റൻസ് ഫ്രം റിസീവ്ഡ് സിഗ്നൽ ടു സിമ്പിൾ -1. ഓക്കെ, അതാണ് ഈ രണ്ട് സ്റ്റെപ്പിലും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ D എന്ന് പറയുന്നത് ഒരു MTR നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഈ D എന്ന് പറയുന്നത് നമ്മുടെ ഡീകോഡഡ് സിമ്പിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് I 1 to N വരെ പോകും. Then
B1 ഓഫ് I ഗ്രേറ്റർ ദൻ B2 ഓഫ് I ആണെങ്കിൽ നമ്മൾ അത് 1 ആയിട്ടായിരിക്കും ഡീകോഡ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ഈ റിസീവ്ഡ് സിമ്പിൾസിനെ 0 അല്ലെങ്കിൽ 1 ആയിട്ട് ഡീകോഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹൗ ക്ലോസ് ഇറ്റ് ഈസ് ടു റെഫറൻസ് BPSK സിമ്പിൾസ്. അതായത് ഇപ്പം R(i) ക്ലോസർ ടു -1, ഈ റെഫറൻസ് സിമ്പിൾസ് എന്തൊക്കെയായിരുന്നു, 1ഉം -1 ആയിരുന്നല്ലോ. അപ്പോൾ ഇത് -1 അടുത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദ ബിറ്റ് ഇസ് പ്രോബബ്ലി 1, സോ ഇറ്റ്സ് ഡീകോഡ് ഇറ്റ് ആസ് 1. ഇനിയിപ്പോൾ R(i) ക്ലോസർ ടു +1 ആണെങ്കിൽ +1 അടുത്തായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബിറ്റ് ഇസ് പ്രോബബ്ലി 0, സോ വി ഡീകോഡ് ഇറ്റ് ആസ് 0. ദെൻ നമ്മളിവിടെ എറർ കാൽക്കുലേറ്റ് ചെയ്യാണ്. എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി S1 എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ആദ്യമേ റാൻഡം ആയിട്ട് ഒരു ബൈനറി ഡാറ്റ ജനറേറ്റ് ചെയ്തില്ലായിരുന്നോ, അതിൽ നിന്ന് ഈ ഡീകോഡഡ് ബിറ്റ് മൈനസ് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തതും ഡീകോഡ് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എറർ കിട്ടും. ഇനി ഈ E1 ഈക്വൽ ടു സം ഓഫ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് E എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ടിങ് ഈച്ച് എറർ ബിറ്റ്സ്, അത് E1 നമ്മൾ സ്റ്റോർ ചെയ്തു. ദെൻ DR കാൽക്കുലേറ്റ് ചെയ്യും. DR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബിറ്റ്സ്. മുമ്പ് നമ്മൾ ഒരു BRA MTRA ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കും ഓരോ വാല്യൂസും. ദെൻ ഇനി നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാണ്, BR വേഴ്സസ് SNR ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. അത് സെമിലോഗിയിലായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യാം. ടൈറ്റിൽ കൊടുക്കുക, X ലാബിൽ Y ലാബിൽ കൊടുക്കുക. ഇനി സ്കേറ്റർ പ്ലോട്ട്, അതായത് നമ്മുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രം ആണ് പ്ലോട്ട് ചെയ്യണത്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യണത് ഐഡിയൽ BPSK കോൺസ്റ്റലേഷൻ ഡയഗ്രം ആണ്. ഇതാണ് കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഓഫ് BPSK. ദെൻ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യണത് റിസീവ്ഡ് സിമ്പിൾസിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ആണ്.